അദ്ദേഹം ഒന്ന് കാണട്ടെ, ഒരു സഹകരിച്ചു കൊടുക്കുക, അതല്ലേ ശരി. ഇനി ഇറങ്ങരുത് കേട്ടോ. ഒരു ഡിസാസ്റ്റർ മെമ്മോറിയല് എന്റെ കൂടെ എന്നാലും മമ്മൂക്ക വല്ലാത്തൊരു കോളായി പോയല്ലേ ഇത്. നിങ്ങള് പിന്നെ സുരേഷ് ഗോപിക്ക് പഠിക്കരുത് കേട്ടോ, സുരേഷ് ഗോപിക്ക് പഠിക്കരുതേ. അല്ല നിങ്ങളാ പിന്നെ CPM ജില്ലാ സെക്രട്ടറിനോട് നിങ്ങൾ അങ്ങനെ പറയാൻ, റഫീഖിനോട് അങ്ങനെ പറയാൻ പാടുണ്ടോ? നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയെ കൂളിംഗ് ക്ലാസ് ഇട്ടാണ്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ കയ്യും ബാക്ക് കെട്ടി അങ്ങോട്ടും നോക്കി പോയിട്ടല്ലേ ഉള്ളൂ. ആ പാവപ്പെട്ട യുവ നേതാവ് CPM പാർട്ടി ഏതോ ആയിക്കോട്ടെ, നിങ്ങൾ അപമാനിച്ച് തെറ്റ് തന്നെയാണ്. അതാ പറഞ്ഞ നിങ്ങള് പിന്നെ നമ്മളെന്ത് പിന്നെ സുരേഷ് ഗോപിക്ക് കടിക്കരുത് തന്നെ. അയാൾ അങ്ങനെയാണ്, വെറുതെ അന്തല്ലാത്ത ഓരോന്നും ചെയ്യും. നിങ്ങൾക്ക് സമൂഹത്തില് പിന്നെ ഒരു നിലയും വിലയൊക്കെ ഉണ്ട്, ബാക്കിയുള്ള നടന്മാരെ പോലെയല്ല. അത് നിങ്ങൾ വെറുതെ കളഞ്ഞു പിടിപ്പിക്കരുത്. കാരണം നിങ്ങൾ ആ വേറുള്ള ഒരാളോട് പറഞ്ഞതിൽ തെറ്റ് ഓക്കെ, നമ്മളതിൽ അംഗീകരിക്കും. പക്ഷേ ഈ റഫീഖ് എന്ന് പറഞ്ഞ യുവ പ്രവർത്തകൻ അവിടെ രാവും പകലും, ആ ഉരുൾപൊട്ടിയ സമയത്ത് രാവും പകലും അവിടെ എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും തെറ്റ് മുതൽ വരെ നിന്ന് നടത്തി വന്ന ഒരാളെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്. ബാക്കിയുള്ള വേറെ ആരെ കുറിച്ചാണെങ്കിൽ നമ്മൾ കേട്ടുക്കും. ഓക്കെ, അപ്പൊ അതൊക്കെ വളരെ വളരെ മോശം തന്നെയാണ് കേട്ടോ. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പിന്നെ ആക്കട്ടെ CPM-മാരാണല്ലോ, അവർക്ക് ഇപ്പൊ കേരളത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM ഇതേമാതിരി നിങ്ങൾ ഏത് മമ്മൂട്ടിന്റെ വല്യാപ്പയാണെങ്കിലും നല്ലത് കണ്ടാൽ നല്ലത് പറയും. ഇതേമാതിരി എന്തെങ്കിലും ഒന്ന് ചെറുത് കിട്ടിക്കഴിഞ്ഞാൽ എടുത്തിട്ടലക്കും. എത്ര ആൾക്കാരെ CPM-മാർ ഇപ്പൊ ഇതാക്കണം, അങ്ങനെ ഇപ്പതാക്കണം. മമ്മൂട്ടി ഓർമ്മപ്പൂക്കൾ പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ മറ്റേ കലാമണിന്റെ ഫോട്ടോ ഇട്ടുണ്ട്, അതിന്റെ സഹാക്കൾ അങ്ങനെ വന്ന് കമന്റ് ചെയ്തുകൊണ്ട് ചെയ്ത് മോശമായി പോയി അങ്ങോട്ട് കാരണം ഭയങ്കര അടി. ഒരു കേട്ടാലാ കണ്ടു കഴിഞ്ഞാൽ അമ്മക്ക് തന്നെ നാണം കൂടും. അപ്പോ ഇതിപ്പോ നിങ്ങൾ ഈ പിന്നെ സുരേഷ് ഗോപിന്റെ മാതിരി ദയവ് ചെയ്ത് നിങ്ങൾ തരം തായരുത്. കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് പെരുമാറും. അത് ആ ചെങ്ങാനെ വിളിച്ചിട്ട് പാവം ഒന്ന് പറഞ്ഞാൽ മതി, ഒന്ന് വിട്ടിക്ക് കേട്ടോ. നമ്മൾ ചെയ്താൽ മതി, പറഞ്ഞാൽ മതി. ആ പറയുമ്പോ അയാളെ മുഖത്തുണ്ടായ ഒരു നാണക്കേട് അയ്യോ കണ്ടില്ലേനി എന്നുള്ള ആയിപ്പോയി. അയാളെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമില്ല. പിന്നെ നിങ്ങൾ എന്തോ വീഡിയോ കോളിലൂടെ എന്തോ പറഞ്ഞ് ഇതൊക്കെ ആക്കി. പക്ഷെ ഈ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒന്ന് കിട്ടാൻ നിൽക്കുകയാണ്. പിന്നെ CPM-മാരോട് പറയുന്ന വെച്ചാൽ അതേ ഇപ്പൊ ഒരു ഇപ്പൊ നിങ്ങൾക്ക് മമ്മൂട്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സിനിമാ നടനാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സിനിമാ നടന്മാരും ജനങ്ങൾക്ക് ഒന്നുമല്ല. ജനങ്ങൾക്ക് ആവശ്യം പിന്നെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കളെയാണ് ജനങ്ങൾക്ക് ആവശ്യം. ആ നേതാക്കളെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സ്ഥാനത്തിരിക്കുന്ന പിന്നെ ജില്ലാ സെക്രട്ടറിന്റെ സ്ഥാനത്തിരിക്കുന്ന ഒരാളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കാർ എന്തായാലും ഇളകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. മനസ്സിലായോ? പിന്നെ പറയാനുള്ള വെച്ചാൽ ഇതേ സ്ഥലത്ത് വെച്ചിട്ട് തന്നെയാണ് പിന്നെ ഒരു MLA, അതും ഒരു ജനകീയ പിന്നെ നേതാവ് തന്നെയാണ്, ടി സിദ്ദിഖിനെ നിങ്ങൾ ബംഗാളിൽ വെച്ചിട്ട് കൂയിച്ചില്ലേ. പണ്ടൊക്കെ ഒരു ചൊല്ലുണ്ട്, കൊടുത്താ കിട്ടും എന്നുള്ളത്. കലാമണി പറഞ്ഞാല് പണ്ട് ഇപ്പൊ ATM പോലെയാണ്, അപ്പ കുത്തിയാ അപ്പ കിട്ടും. അങ്ങനെ 4 ദിവസം ആയിട്ടുള്ളൂ. നിങ്ങളെ ഉദ്ഘാടനത്തിന്റെ അന്ന്, ടൗൺഷിപ്പ് ഉദ്ഘാടനത്തിന്റെ അന്ന് ടി സിദ്ദിഖിനെ നിങ്ങൾ എന്ത് ചെയ്ത് പിന്നെ ബംഗാളിൽ വെച്ച് കൂയിപ്പിച്ചല്ലോ. അത് തിരിച്ച് കിട്ടിയതായിട്ട് കണക്ക് കൂട്ടിയാൽ മതി കേട്ടോ. ജനങ്ങളാണ്, മമ്മൂട്ടി ആയാലും ശരി, പിണറായി ആയാലും ശരി, പാർട്ടി പ്രവർത്തകരായാലും ശരി, ആരായാലും ശരി, പൊന്തിച്ചു വെക്കാനും ജനങ്ങൾ മതി, താഴ്ത്തെടുത്തിടാനും ജനങ്ങൾ മതി. അതെല്ലാവർക്കും മനസ്സിലാക്കിയ എല്ലാവർക്കും നന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ പറയാനുള്ള ഇതാണ്, മമ്മൂട്ടി ചെയ്തതും ശരിയായില്ല, ടി സിദ്ദിഖിനെ വെച്ച് കൂയിച്ചത് അതും ശരിയായില്ല. രണ്ടും ശരിയായില്ല, രണ്ടും വളരെ വളരെ മോശമായി. അപ്പൊ ഓക്കെ.